വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ചേട്ടു, എന്താണ് ചേട്ടാ ഇവിടെ നിൽക്കണത്? ഇന്നലെ എന്റെ പശുവിനെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിരുന്നേ. അപ്പൊ അതിന്റെ കഴുത്തിലൊരു മണി ഉണ്ടായിരുന്നു. അതിവിടെ എവിടെയോ പോയി. അത് നോക്കിയതാ. എടാ ജോസെ, നിന്നെ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ. ഒന്നും പറയണ്ട എന്റെ ചേട്ടാ, ജീവിക്കാനുള്ള കാര്യമായിട്ടേ ഓട്ടത്തിലാണ്. ഞാൻ നിന്നൊന്ന് കാണാനിരിക്കുന്നു. എന്താ ചേട്ടാ? എടാ, നമ്മുടെ ആ കരീമന്റെ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തേ ആ വീട് സ്ഥലവും വിറ്റായിട്ട്. ഓ, ഞാനൊന്ന് പറയട്ടടാ ജോസേ, അവിടത്തെ ആ പറമ്പും പുരയിടം ഇല്ലേ, ഞാൻ അതിന്റെ പണിയൊക്കെ കുറച്ചുണ്ടായിരുന്നത് ഭംഗിയായിട്ട് തീർന്നു. ആ, അപ്പൊ ഇനി നമുക്ക് പറ്റിയ പാർട്ടി ആരെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കത് വാടകയ്ക്ക് കൊടുക്കാം. നീ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് തപ്പ്. കിടക്കണം. ഇതിനാണ് പറയുന്നത് രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാലെന്ന്. എന്താടാ എന്റെ ചേട്ടാ, ഞാനും ഈ കാര്യം പറയാൻ വേണ്ടിട്ട് ചേട്ടനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവിടത്തെ പണിയൊക്കെ തീർന്ന കാര്യം ഞാൻ അറിഞ്ഞു. എന്റെ കയ്യിലാണെങ്കിൽ പറ്റിയൊരു പാർട്ടിയും വന്നിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ അത് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കണോന്ന് വിചാരിച്ചതേ ഉള്ളൂ. ഓ, അത് ശരി. ഏതാ ജോസൂട്ടി പാർട്ടി? പാർട്ടി ആ വർഗീസ് സാറിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സ്ഥലം മാറി വന്നിരിക്കുന്ന ആള്. പേര് മാർട്ടിൻ. വർഗീസ് സാറിന്റെ കമ്പനിയിലോ? അവിടെ എന്താ പുള്ളിക്ക് പോസ്റ്റ്? എന്റെ ചേട്ടാ, ചേട്ടന് മാസം കൃത്യമായിട്ട് വാടക കിട്ടിയ പോലെ, അല്ലാതെ അയാളുടെ പോസ്റ്റും സ്വിച്ചും ഫ്യൂസും ഒക്കെ അറിയേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. അല്ല ജോസൂട്ടി, ആ വീടിന് ഞാൻ ഇപ്പൊ തന്നെ കുറച്ച് കാശ് മുടക്കിയിട്ടുണ്ട്. അപ്പൊ വാടകയും അതനുസരിച്ച് കൂട്ടി കിട്ടണം. ചേട്ടൻ എത്ര പ്രതീക്ഷിക്കുന്നു? എനിക്കൊരു 6000 രൂപയെങ്കിലും കിട്ടണം. 6000 രൂപയെ? ജോസൂട്ടി, ഇത് കുറഞ്ഞ എനിക്ക് പറ്റില്ല കേട്ടോ. വേണമെങ്കിൽ ഒരു 500 കുറയ്ക്കാം. എന്റെ ചേട്ടാ, ഞാനിവിടെ കൂട്ടണ കാര്യം പറയുമ്പോ ചേട്ടൻ വീണ്ടും കുറക്കണ കാര്യം പറയണം. ഈ 6000 രൂപക്കൊന്നും ഈ പ്രദേശത്ത് ഒരു വീടും വാടകയ്ക്ക് കൊടുക്കൂല. ചേട്ടനായതുകൊണ്ട് ഞാനൊരു 7500 രൂപ വാങ്ങിച്ചു തരാം. 7500 രൂപയാ? എന്റെ ജോസൂട്ടി, അത്രയൊക്കെ കിട്ടുമോ അതിന്? പിന്നെ കിട്ടാതെ? ചേട്ടാ, ഈ വാടക കൂട്ടുന്നതും കുറക്കുന്നതും ഒക്കെ ഞങ്ങളല്ലേ. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. 1 തിമോത്തി 6-ാം അധ്യായം 10-ാം വാക്യം. അല്ലാതെ നിങ്ങൾ വിചാരിച്ച നടക്കൂ? ആ കനാലിന്റെ അടുത്തുള്ള വർക്ക് ചേട്ടന്റെ വീടില്ലേ, ഈ ചേട്ടന്റെ വീടിന്റെ പകുതിയല്ലേ ഉള്ളു. അതിന് ഞാനേ 4500 രൂപ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ പിന്നെ ചേട്ടന്റെ വീടിന് 7500 രൂപ കിട്ടാണ്ടിരിക്കോ? അല്ല, അപ്പൊ നമുക്ക് 7500 കിട്ടുള്ളോ? ആ, ഇതിനത്രേ കിട്ടുള്ളൂ. ഇനി അതേ പിടിച്ച് കയറണ്ട. ഞാൻ നോക്കിയിട്ടേ ഈ മാർട്ടിന് എങ്ങനെ പോയാലും ഒരു 10-35,000 രൂപ സാലറി കിട്ടും. അപ്പൊ പിന്നെ ഈ 7500 രൂപ എന്ന് പറഞ്ഞാ അവനൊരു പ്രശ്നമായിരിക്കൂല. ആ ജോസൂട്ടി, ഒരു 3 മാസത്തെ വാടകയെങ്കിലും അഡ്വാൻസ് കിട്ടണം. ഞാൻ ഏതായാലും പുള്ളിനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ, എന്നിട്ട് ചേട്ടനെ വിളിക്കാം. പിന്നെ 1 മാസത്തെ വാടക എനിക്ക് അത് നമുക്ക് ചെയ്യാന്ന്. അപ്പൊ ശരിയാ. പിന്നെ പുള്ളിനെ കാണിക്കാൻ വേണ്ടി ആ താക്കോലൊന്ന് വേണ്ടി വരും. പുള്ളിക്ക് ആ വീടൊന്ന് കയറി കാണണ്ടേ? അതിന് ദിവസം നീ ഒന്ന് വിളിച്ചാ മതി. അപ്പൊ ചേട്ടാ ഒന്ന് കൈവച്ച ചേട്ടാ. ഓ
അതെ, നിങ്ങൾ കരുതുന്ന പോലെയൊന്നും അല്ല ഇവിടുത്തെ അവസ്ഥ. വാടകയ്ക്ക് ഒരു വീട് കിട്ടുക എന്ന് പറഞ്ഞാലേ വലിയ ബുദ്ധിമുട്ടാണെന്നേ. ആ ജോസൂട്ടി അങ്ങനെ പറയല്ലേ. ഇപ്പൊ തന്നെ 2 ആഴ്ചയായി ഹോട്ടലിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. വീട് എത്രയും പെട്ടെന്ന് ശരിയാക്കിയിട്ട് വേണം വൈഫിനെയും പിള്ളേരൊക്കെ ഭാര്യ വീട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. പിന്നെ അവരുടെ ക്ലാസ്സും എല്ലാം കൊണ്ടും ഒരു വീട് എത്രയും പെട്ടെന്ന് കിട്ടിയേ പറ്റൂ. ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും മാറ്റിനെ. പിന്നെ ഞാൻ ശ്രമിക്കാഞ്ഞിട്ടൊന്നുമല്ല, മാറ്റിന്റെ ബഡ്ജറ്റിനും കൂടി ഒത്തു കിട്ടണ്ടേ. ആ പിന്നെ ഒരു വീടുണ്ട്, നിങ്ങൾക്കത് കറക്റ്റായിരിക്കും. വാടക കുറച്ച് കൂടുതലാണ്. പുള്ളി 7500 രൂപയൊക്കെയാണ് ചോദിക്കണത്. അയ്യോ, 7500 രൂപ ഒരു കാരണവശാലും എന്നെ കൂടെ താങ്ങാൻ പറ്റില്ല. ഞാൻ മുഴുവൻ പറയട്ടെ. മാർട്ടിന് ഇത് 7500 രൂപക്ക് എടുക്കണമെന്നല്ല ഞാൻ പറയണത്. മാർട്ടിനായതുകൊണ്ടും ഇത്രക്ക് അത്യാവശ്യം ആയതുകൊണ്ടും ഒക്കെ ഞാൻ ഹൗസ് ഓണറുമായിട്ടൊന്ന് സംസാരിച്ച് അതൊരു 7000-ന് ആക്കിത്തരാം. അതും എന്നെ സംബന്ധിച്ച് കുറച്ച് കൂടുതലാണ്. ഒരു 4500 രൂപ വരെ ആയാണ്. അതാണ് എൻ്റെ പരമാവധി ബഡ്ജറ്റ്. എന്റെ പൊന്ന് ചങ്ങാതി, 4500-നൊക്കെ വീട് കിട്ടണമെങ്കിൽ ആ പിന്നെ കിട്ടും. നിന്ന് തിരിയാൻ പറ്റാത്ത കിച്ചൺ, മര്യാദക്കൊന്ന് നിവർന്നു കിടക്കാൻ പറ്റാത്ത ബെഡ്റൂം, പിന്നെ ബാത്റൂം വല്ല പറമ്പിലൊക്കെ ആയിരിക്കും. അത് ഈ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുമ്പോൾ അതൊക്കെ പറ്റുമോ? ഇവിടെയുള്ള വേറെ ബ്രോക്കർമാരോടൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. 9000, 9000, 11000 അതിൽ കുറഞ്ഞൊരു വീട് ഈ പരിസരത്ത് ഒരു സ്ഥലത്തും കിട്ടില്ല. ഇത് തന്നെ പുള്ളി 7000 രൂപക്ക് ഇത് തന്നാലേ അത് മാറ്റിന്റെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. പിന്നെ മാറ്റിന് ഇത് കറക്റ്റാ. വലിയൊരു ഹാള്, 2 മുറി, ഒരു സിറ്റ് ഔട്ട്, കിച്ചൺ, ഒരു വർക്ക് ഏരിയ, പിന്നെ അകത്തൊരു ബാത്റൂം കൂടാതെ പുറത്ത് വേറൊരു ബാത്റൂം. മാറ്റിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പുള്ളിയായിട്ട് സംസാരിക്കാം. പിന്നെ ഇത് വേണ്ടെന്നാണെങ്കിൽ മാട്ടിന്റെ ബഡ്ജറ്റിന് പറ്റിയ വീട് കിട്ടണവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അത് എപ്പോൾ കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പറ്റിയ വീടൊന്നും ഒഴിവില്ലെന്നേ. നിങ്ങളുടെ ജോലി എന്തുതന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. കൊളോസോസ് 3-ാം 23-ാം വാക്യം. അത് വേണ്ട, നമുക്ക് ഇത് തന്നെ നോക്കാം. എന്നാ പിന്നെ ഞാൻ പുള്ളിയായിട്ടൊന്ന് സംസാരിക്കാം. എന്നാ പിന്നെ നാളെ തന്നെ നമുക്ക് വീട് പോയി കാണാം. നാളെ മാറ്റി ഫ്രീ അല്ലേ? അത് സാരിയുടെ നമുക്ക് നാളെ തന്നെ പോവാം. ആ ഓക്കെ. പിന്നെ ഒരു 3 മാസം വാടക അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. പിന്നെ 1 മാസം വാടക അറിയാലോ എന്റെ. അതൊക്കെ നിങ്ങൾ ശരിയാക്കാന്ന്. ആ എങ്കിൽ പിന്നെ ശരി എന്നാ. ഓക്കെ. അപ്പോ ഓക്കെ, ശരി എന്നാ. ആ ശരി എന്നാ. മാക്സിമം പുള്ളി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നെയാണ് ഇത് ചെയ്തേക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വാടക ഇത് പുള്ളി തരാന്ന് സമ്മതിച്ച് തന്നെ മാട്ടിന്റെ ഭാഗ്യമാണ്. അല്ല, ഞാൻ കൊണ്ടുവന്ന പാർട്ടി ആയതുകൊണ്ടാണ് മാട്ടിന് ഈ വാടക കിട്ടിയത്. അല്ല, അങ്ങനെയുള്ള പാർട്ടിനെ മാത്രമേ ജോസൂട്ടി കൊണ്ടുവരുള്ളൂ. അല്ല, അപ്പൊ എങ്ങനെ മാറ്റി ഉറപ്പിക്കല്ലേ ഇവള്? ഞാൻ വൈകിട്ട് വിളിക്കാൻ ജോസൂട്ടി. ഓ ആയിക്കോട്ടെ, പക്ഷേ വൈകരുത്. കാരണം പാർട്ടി വേറെ വെയിറ്റിംഗ് ആണേ, അതുകൊണ്ടാണ്. അപ്പൊ പിന്നെ ഞാൻ താക്കോല ഏൽപ്പിക്കണ്ട. ബാക്കി കാര്യങ്ങള് വൈകിട്ട് മാറ്റം വിളിക്കുമ്പോ നമുക്ക് സംസാരിക്കാം. അപ്പച്ചന് വീട് ഇഷ്ടപ്പെട്ടോ? എനിക്ക് വീട് ഇഷ്ടപ്പെടുന്നതിലല്ലോ കാര്യം. പക്ഷെ വാടക അല്ല മോളെ, എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നവരെ നിനക്കും മാട്ടിനും കുഞ്ഞിനും അവിടെ ഒന്ന് താമസിച്ചൂടെ? അപ്പച്ചന് വിഷമമായല്ലേ? ഞങ്ങള് 3 പെൺമക്കള്, അതില് മൂത്തവളായ എൻ്റെ അവസ്ഥ ഇത്. പിന്നെ ബിന്ദുവിന്റെയും ശാലുവിന്റെയും പഠിത്തം, വിവാഹം. അതൊന്നും നീ ഓർക്കണ്ട. നിങ്ങൾക്ക് നല്ലതേ വരും. മാർട്ടിൻ നല്ലവനാ. ശരിയാ അപ്പച്ച. എന്നെ എൻ്റെ മോളെയും പൊന്നു പോലെയാ മാർട്ടിൻ ചേട്ടൻ നോക്കുന്നത്. മോളെ, ജീവിതത്തില് ഉയർച്ച താഴ്ചകളുണ്ടാകും. അതിനെയെല്ലാം അതിജീവിക്കുവാൻ പ്രാർത്ഥന കൊണ്ടേ കഴിയും.
കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തൻ്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല. പ്രഭാഷകൻ 47 അധ്യായം 22 വാക്യം. അതെൻ്റെ മോക്ക് കഴിയും. അപ്പൊ പിന്നെ മോളെ, ഞാനിവിടുന്ന് പോവുക. വീട് നല്ലതാ, പക്ഷെ വാടക കുറച്ച് കൂടുതലാ. അപ്പച്ചാ, ചേട്ടൻ ബസ് സ്റ്റാൻഡിലേക്ക് ആക്കി തരും. വേണ്ട മോളെ, ഞാൻ ദാ അങ്ങേരുടെ കൂടെ പോവാം. ആ, ഒരു ഓട്ടോ കെട്ടേണ്ട അടുത്ത് ഇറങ്ങിയാലേ ബസ് സ്റ്റാൻഡിലേക്ക് പോവാലോ. ആ ഓക്കെ എന്നാ. ആ ശരി എന്നാ. മാർട്ടിൻ ചേട്ടാ. ആ ആ എന്താ പറ്റ? അല്ല, ഞാൻ ഈ ജോസൂട്ടിയുടെ വണ്ടി കയറി ഒരു ഓട്ടോ കിട്ടുന്നത് വരെ. അല്ലെ എവിടെ പോവാൻ വേണ്ടിയിട്ടാ? ആ ബസ് സ്റ്റാൻഡിൽ ഒന്ന് വിടാൻ വേണ്ടിട്ടാ. ആ, അതിനെന്താ, വാ കയറിക്കോ. അപ്പൊ ശരി എന്നാ, ശരി. വൈകിട്ട് കാണാം. ആ, വാ. ആ നീ വാ. ഉം. എന്നാലും 7,000 രൂപ വാടകയെന്ന് പറഞ്ഞാല്, അതും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയില് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരേ ചേട്ടാ? അതിനെ പറ്റിയൊന്നും നീ ആലോചിക്കണ്ട. അത് കൊള്ളാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇപ്പൊ തന്നെ ഇല്ലേ എടുത്താ പൊങ്ങാത്തത്ര ബാധ്യത, അതിനിടയിൽ വാടകയും കൂടി വന്നാല്? എൻ്റെ ആൻസി, ഞാൻ പറഞ്ഞില്ലേ, വാടകയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നിനക്ക് ഈ വീട് ഇഷ്ടമായ അത് പറയ്. അല്ല, അപ്പച്ചൻ എന്ത് പറഞ്ഞു? ആ, വീടൊക്കെ ഇഷ്ടപ്പെട്ടു. ആ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇത് തന്നെ അപ്പച്ചന്റെ അഭിപ്രായം, വാടക കൂടുതലാണെന്ന്. നമ്മൾ ഉദ്ദേശിച്ച വാടകയ്ക്കൊന്നും ഇവിടെ നല്ലൊരു വീട് കിട്ടില്ല. ഇത് തന്നെ ഇപ്പോൾ ഈ വാടകയ്ക്ക് ഒത്തു കിട്ടിയത് നമ്മുടെ ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി. ആ, ഒരു 5-8 മാസത്തേക്ക് മതി നമുക്ക്. അതിനുള്ളിൽ കേസ് വിധിയാവും എന്നാണ് വക്കീൽ പറഞ്ഞത്. അതുവരെ അവിടെ ഇവിടെ ആയിട്ട് കഴിയാൻ പറ്റില്ലല്ലോ. മോളുടെ പഠിപ്പ് നോക്കണ്ടേ? എല്ലാം ശരിയാ, പക്ഷേ എനിക്ക് എന്തോ ഒരു പേടി. ഇപ്പൊ തന്നെ മാസം കിട്ടുന്നത് ഒന്നിനും തികയുന്നില്ല. കേസിന് വേണ്ടി തന്നെ മാസം നല്ലൊരു തുക ചെലവാവുന്നുണ്ട്. അവസാനം ഈ കേസ് നമ്മൾ ജയിച്ചില്ലെങ്കിൽ? ജയിച്ചില്ലെങ്കിലോ? ജയിക്കാതെ പിന്നെ എവിടെ പോകാൻ? ഒരുമിച്ചൊരു ബിസിനസ് നടത്തിയിട്ട് അവസാനം അതിൽ നഷ്ടം വന്നപ്പോൾ ആ ബാധ്യത മുഴുവൻ എൻ്റെ അപ്പം മാത്രം സഹിക്കണമെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ആയോണ്. ഒരു കൂടപ്പുറപ്പിനെ പോലെ കൂടെ നിന്നിട്ടേ എൻ്റെ അപ്പനോട് ചെയ്ത ചതി ഓർത്ത് മനസ്സ് വിഷമിച്ച എൻ്റെ അപ്പം മരിച്ചത്. അതോടൊപ്പം അമ്മയും കിടപ്പിലായില്ലേ. എനിക്കുള്ളതെല്ലാം വിറ്റ് പറിക്കിട്ടാണെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും എൻ്റെ അപ്പനായിട്ട് സമ്പാദിച്ചത് അവനെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കില്ല. നീ നോക്കിക്കോ, കേസ് നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. ഞാൻ ഏതായാലും ഇന്ന് തന്നെ ഇതിൻ്റെ ബ്രോക്കറായ ജോസൂട്ടിയിലെ അവനെ കണ്ട് സംസാരിച്ച് ഉറപ്പിക്കാൻ പോണാണ്. പറ്റുമെങ്കിൽ ഈ ആഴ്ചത്തെ നമുക്ക് ഏത് താമസിച്ചിരിക്കും. അമ്മച്ചി എന്നാ കൊണ്ടുവരുന്നേ? നമ്മൾ താമസിച്ച ഉടനെ തന്നെ കൊണ്ടുവരും. എത്ര നാളെന്ന് കയറിയ ആ വൃദ്ധസദനത്തിൽ ഈ സമയത്തല്ലേ നമ്മളൊക്കെ കൂടെ വേണ്ടത്. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പ്രഭാഷകൻ 3 അധ്യായം 4-5 വാക്യങ്ങൾ. നീ വാ കയറ്. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോഴാ നീ ഒരു ഇരുത്തം വന്ന ബ്രോക്കറായി മാറിയത്. അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞു? അല്ല, ആ വാടക പറഞ്ഞ എമൗണ്ട് തന്നെ ഉറപ്പിച്ചെടുത്തല്ലോ. 3 മാസത്തെ വാടക അഡ്വാൻസും. മിടുക്കൻ. ആ, അല്ലാതെ പിന്നെ ആവശ്യക്കാരനാണ്. ഇതല്ല, ഇതിന്റെ അപ്പുറത്തെ വാടക പറഞ്ഞാലും അവര് സമ്മതിക്കും. ഈ തൊണ്ടയിലെ വെള്ളം വറ്റിച്ചേ
ഈ ദൈവത്തിന് നടക്കാത്ത പണി ചെയ്യുന്നതേ ചേട്ടൻ എന്നെ വേണ്ട രീതിയിൽ കാണൂന്ന് വിശ്വസിച്ചാണ്ടാ. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? എനിക്ക് നീ 10 കാശ് ഉണ്ടാക്കി തരുമ്പോ അതിൽ 2-3 കാശ് ഇവിടെ 2-3 കാശ് നിനക്ക് തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. മതി, എനിക്കത് മതി. ഒരു മിനിറ്റ് ചേട്ടാ. ആ ഹലോ, അതെ പറഞ്ഞോളൂ. എൻ്റെ സാറേ, നിങ്ങളിങ്ങനെ ധൃതി വെച്ചാലോ? കഴിഞ്ഞ ആഴ്ച വന്ന് ഞാൻ സ്ഥലം കണ്ടതല്ലേ ഉള്ളു. വരട്ടെ, നമുക്കത് റെഡിയാക്കാന്ന്. പിന്നൊരു കാര്യം സാറ് ഓർക്കണം. നമ്മുടെ ഭൂമിയിൽ പകുതിയിലധികം ചതുപ്പാ. പെട്ടെന്നൊരു വിൽപ്പന എന്നൊക്കെ പറഞ്ഞാ അതെ അപ്പോൾ ഓക്കെ, അങ്ങനെ ആകട്ടെ. ഓക്കെ. അപ്പോൾ പിന്നെ എൽദോ ചേട്ടാ, നമ്മുടെ കാര്യം, ഞാനപ്പോൾ ആ മാർട്ടിനുമായിട്ട് ചേട്ടൻ്റെ വീട്ടിലേക്ക് വരുന്നു, അഡ്വാൻസ് തരുന്നു, കീ വാങ്ങിക്കുന്നു. നാളെ മുതൽ അവരവിടെ താമസിച്ചു തുടങ്ങുന്നു. ഓ ശരി. അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ല ഉണ്ടല്ലോ. അപ്പൊ എന്റെ കാര്യം ഞാനത് മറന്നു. എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ ചേട്ടാ? ഇനി അൽഷിമേഴ്സ് വന്ന് എന്റെ ഓർമ്മ കംപ്ലീറ്റ് പോയാലും ശരി, ഈ കമ്മീഷന്റെ കാര്യം ഞാൻ മറക്കുക ചേട്ടാ. ഇവന്റെ ഒരു കാര്യം ഏറ്റു, എല്ലാം ഞാൻ ഏറ്റു, എല്ലാം നീ പറഞ്ഞതുപോലെ. ഒരു മിനിറ്റ് ചേട്ടാ. ഹലോ ജേക്കബ് സാറേ, പറയ്, എന്ത് തീരുമാനിച്ചു? എൻ്റെ സാറേ, ഇനി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സാറേ, 50 സെൻറ്റ്, പെർ സെൻറ്റിന് 8 ലക്ഷം രൂപ. ഈ പറഞ്ഞ എമൗണ്ടിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. സാറേ, ഇവിടെ ആള് ക്യൂ നിൽക്കുകയാണ്. പിന്നെ അത് സാറിന് തരണമെങ്കിൽ, അതെ, സാറിന് തരണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ അത് നടക്കില്ല സാറേ. സാറേ, ഞാനൊരു സീരിയസ് ഡിസ്കഷനിലാണ്, പിന്നെ വിളിക്കാം. എന്താ ജോസൂട്ടി, കോളടിച്ച മട്ടുണ്ടല്ലോ. ചേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. എന്താ സംഗതി? ഒരു 50 സെന്റ് സ്ഥലമുണ്ട്, പകുതിയോളം ചതുപ്പാണ്. അല്ല, അത് നികത്തിയെടുക്കാൻ അധികം ചിലവൊന്നും വരില്ല. പെർമിഷനും ഒക്കെ ഓക്കെയാണ്. കംപ്ലീറ്റ് നികത്തി ഒരു ഫ്ലാറ്റ് പണിത, ഒരു 3 നില ഫ്ലാറ്റ് വേണ്ട, 5 നില ആയിക്കോട്ടെ. ഇതൊരു കിടുക്കം ബിസിനസ്സാ. എന്നിട്ട് ആ ഫ്ലാറ്റ് വാടക കൊടുത്താലുണ്ടല്ലോ. ഓ, അതൊക്കെ നമ്മൾ കൂട്ടിയ കൂടി ജോസൂട്ടി. എന്താ കൂടാത്തത്? അതല്ല, കോടികളുടെ ബിസിനസ് അല്ലേ ചേട്ടാ. റിസ്കുകൾ എടുക്കണം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ആളുകൾ റിസ്ക് എടുത്തിട്ടുള്ളവരാ. അറിയോ ചേട്ടന്? ഇത് വമ്പൻ വിജയസാധ്യതയുള്ള സ്ഥലമാണ്. തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. വരാനിരിക്കുന്നത് ആരും അറിയുന്നില്ല. എങ്കിലും ഭോഷൻ അതിഭാഷണം ചെയ്യുന്നു. സഭാപ്രസംഗകൻ 10-ാം അധ്യായം 14-ാം വാക്യം. 1.5 കിലോമീറ്റർ കഷ്ടിയുള്ളു മെയിൻ റോഡിലേക്ക്. പിന്നെ ഈ സ്ഥലത്ത് നിന്ന് എയർപോർട്ടിലേക്കൊക്കെ പോകാനായിട്ട് എളുപ്പ വഴികളുണ്ടേ. അല്ല, പിന്നെ ഈ മറ്റു കാര്യങ്ങള്. എൻ്റെ ചേട്ടാ, ഇതിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കഴിഞ്ഞാലുണ്ടല്ല, ഒരു കാര്യവും നടക്കൂല. ആദ്യം സ്ഥലം മേടിച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണമെന്ന് പടിപടിയായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.